സൗദി അറേബ്യ. എവിടെ ചെന്നാലും എന്ത് ചെയ്യാൻ പറ്റും? അറബി സംസാരിക്കാൻ പറ്റും, ബോർഡ് എഴുതിയത് വായിക്കാൻ പറ്റും, ആൾക്കാരോട് സംസാരിക്കാൻ പറ്റും. 35 രാജ്യങ്ങളിൽ അറബി ഭാഷയാണ് സംസാരിക്കുന്നത്. എത്ര രാജ്യങ്ങളിൽ? 35 രാജ്യങ്ങളിൽ. 35 countries are talking either first language or second language, Arabic. ഓക്കെ. അപ്പൊ നമ്മള് തുടങ്ങുമ്പോ എന്ത് ചെയ്യണം? എല്ലാം തുടങ്ങാൻ നേരത്തെ എന്താ നമ്മൾ പറയുന്നത്? ഭക്ഷണം കഴിക്കാൻ നേരത്തെ എന്ത് പറയും? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ റഹ്മാൻ റഹീം പറയും. നമ്മള് അറബി പഠിക്കാൻ പോവുകയാണ്, ഖുർആന്റെ ഭാഷ പഠിക്കാൻ പോവുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം അള്ളാന്റെ നാമത്തിൽ തുടങ്ങണം. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. എല്ലാവരും പറയും ബിസ്മില്ലാഹി റഹ്മാനി റഹീം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ ഖുർആൻ പഠിക്കാൻ, അറബി ഭാഷ പഠിക്കാൻ തുടങ്ങിയാണ്. അപ്പൊ ബാക്കി കാര്യങ്ങളെല്ലാം ഇനി എന്ത് ചെയ്യും? ടീച്ചർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഇനി എന്ത് ചെയ്യണം? നമ്മൾ അള്ളയോട് ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. പെട്ടെന്ന് പഠിക്കണം, നമുക്ക് പെട്ടെന്ന് ഖുർആൻ വായിക്കണം. ഇനി എവിടെ ചെന്നാലും അറബി സംസാരിക്കാൻ പെട്ടെന്ന് കഴിയണമെന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ ടീച്ചർ. ഞാൻ ലീവ് ചെയ്യാണ്, ലോഗ് ഔട്ട് ചെയ്യാണ്. കാരണം ഞാനിപ്പോ ഒരു ക്ലാസ്സിലാണ്. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം. മാഷാ അല്ലാഹ്. ആരൊക്കെയാണ് വന്നിക്കണേ? ജുവൈരിയ, സഹ്റ, അബ്രാം ഉണ്ട്. പിന്നാരാ? എന്താ മോളെ പേര് പറഞ്ഞേ? ജുവാരിയ. പേരെന്താ പറഞ്ഞേ? ഐനം. ഐനം അല്ലേ? ഐഷ ജന്ന. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഇതില് കുറച്ച് പേരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ? കേൾക്കുന്നുണ്ടോ നിങ്ങക്ക്? അപ്പൊ എല്ലാരും അടിപൊളിയായിട്ട് അറബി പഠിക്കാൻ വേണ്ടി വന്നതാണല്ലേ ഉസ്താദ് പറഞ്ഞ പോലെ? എനിക്ക് നിങ്ങളെ ഇതിലൊക്കെ വേറെ പേരായതുകൊണ്ടേ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവണില്ല. ആയിഷ ജന്ന. ഓക്കെ, ആയിഷ ജന്ന മനസ്സിലായി. അബ്രാം, ജുവൈരിയ, തസ്ലീം. അപ്പൊ നമുക്ക് പുസ്തകം നോക്കി പഠിക്കാൻ തുടങ്ങിയല്ലേ? ഇൻഷാ അല്ലാഹ് അന്ന് മുതൽ പഠിക്കാൻ തുടങ്ങിയല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. രാവിലെ ഫോൺ തരൂലേ? ഇത് കഴിഞ്ഞാൽ നല്ല വൃത്തി കഴിഞ്ഞാൽ ഫോൺ. അങ്ങോട്ട് ബുക്ക് കിട്ടിയാ? ഒരാൾ ഉറക്കത്തിലാണല്ലോ. മാഷാ അല്ലാഹ്. ഉറങ്ങായിരുന്നു? ബുക്ക് കിട്ടിയ എല്ലാവർക്കും? എല്ലാവർക്കും ബുക്ക് കിട്ടിയോ? എന്നാ ബുക്ക് എടുക്കുവോ? ഇല്ല, ബുക്ക് കിട്ടിയിട്ടില്ല. എന്നൊരു നോട്ട് ബുക്കും പെന്നും എടുത്താളേട്ടാ. പെന്നല്ല, പെൻസില്. നോട്ട് ബുക്ക് ഇല്ലാത്തവര് നോട്ട് ബുക്ക് എടുക്കുക, അല്ലാത്തവര് ടെക്സ്റ്റ് ബുക്കും പെൻസിലും. റൈസറൊക്കെ കരുതിയിട്ടില്ലേ? ഓക്കെ.
നമ്മളെ പഠിക്കാൻ പോണ സ്ക്രീൻ ഇതാണ് കേട്ടോ. ഓക്കെ, ഞാനിതൊന്ന് സ്ക്രീൻ ഒന്ന് ശരിയാക്കട്ടെ കേട്ടോ. On the right. Where's my screen? നോട്ട്ബുക്കില് Where's my video? ഇതല്ലേ നമ്മുടെ ബുക്ക്. Yes, where's my book? ഓക്കെ, Nice. ബുക്കില് 7ാമത്തെ പേജ് എടുക്കോ? ഇതല്ലേ 7. ഓക്കെ, എടുത്താ? ബുക്കില് 7ാമത്തെ പേജ് എടുത്താ? 2. എടുത്തു. ഓക്കെ, എടുത്തു. മാഷാ അല്ലാ. ഓക്കെ, Okay, I put the pencil here. Okay, I'll put it here. Okay, it's running away. Then I put it here. ഞാൻ പറഞ്ഞ കേൾക്കണില്ലല്ലേ? അതാണ് സംഭവം. അബ്രാം എന്റെ സൗണ്ട് കേൾക്കുന്നത്. സൗണ്ട് ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇടക്ക് ഓർമ്മപ്പെടുത്തണം കേട്ടോ. സഹ്റ മാഷാ അല്ലാ നേരത്തെ റെഡി ആയിട്ടുണ്ടല്ലോ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ എന്റെ സൗണ്ട്? ഓക്കെ, ഈ തസ്ലീമ എന്ന് എഴുതിയ ഐഡിയില് മോളെ പേരെന്താ? ഓക്കെ, ഐനം. ഐനം. ഓക്കെ, ഐനം. താനിയ ഹെസ്ലിൻ. എന്താണ്? താനിയ ഹെസ്ലിൻ. ഓക്കെ, താനിയാണത്. ഓക്കെ, താനിയ. താനിയൊക്കെ ഒരു കുഞ്ഞുവാവല്ലേ? കുഞ്ഞുവാവ് എവിടെ പോയി? മൈക്ക് ഓഫ് ആണല്ലോ. താനിയന്റെ മൈക്ക് ഓഫാ? ഓക്കെ, കേൾക്കുന്നില്ല. ഓക്കെ, എന്താ ജുവൈരിയ കാണിക്കണേ? ജുവൈരി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. ബിസ്മില്ല. നമ്മളിതാ റൈറ്റ് ടു ലെഫ്റ്റ്, അതായത് വലതു ഭാഗത്തുനിന്ന് ഇടത് ഭാഗത്തേക്ക് ഒന്ന് എഴുതി നോക്കുക. പെൻസിൽ കൊണ്ടൊന്ന് എഴുതി നോക്കണം കേട്ടോ. ആദ്യം ഞാനിങ്ങനെ ചെയ്യുന്ന നോക്കാം. അതുപോലെ ഒന്ന് ആദ്യം നമുക്കൊരു വര വരച്ച് നോക്കല്ലേ. നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ആദ്യമായിട്ടല്ലേ വലതു ഭാഗത്തുനിന്ന് ഇടത് ഭാഗത്തേക്ക് എഴുതുന്നത്. അറബി എഴുതുമ്പോൾ നമ്മളെപ്പോഴും വലതു ഭാഗത്തുനിന്ന് റൈറ്റ് ടു ലെഫ്റ്റ് ആയിട്ടാണ് എഴുതുക അല്ലേ? അപ്പൊ നമുക്ക് അതൊന്ന് ശീലിക്കണ്ട ആദ്യം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വര വരച്ച് നോക്കാം കേട്ടോ. അപ്പൊ ഈ നോട്ട് ബുക്ക് എങ്ങനെയെന്നറിയോ? നോട്ട് ബുക്ക്
ഈ ആദ്യത്തെ 2 വരല്ലേ, അത് കഴിഞ്ഞ് മൂന്നാമത്തെ ലൈനിലാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. നമ്മുടെ ബേസ് ലൈൻ ഏതാണ്, നമ്മൾ എഴുതേണ്ട ലൈന് മൂന്നാമത്തെ ലൈനാണ് കേട്ടോ. ഓക്കെ. പിന്നെ 2 വര പിന്നെ അതിന് 1 വര വിട്ട് പിന്നെ 2 ലൈൻ കഴിഞ്ഞ് മൂന്നാമത്തെ ലൈനിന് എഴുതണ്ട കേട്ടോ. 4 വര കൂപ്പിയിൽ നമ്മൾ എഴുതുക അങ്ങനല്ലേ. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇങ്ങോട്ട് നോക്കൂ, ഈ ലൈനും കഴിഞ്ഞ് 2 ലൈൻ, ഇതാ 1 2 ലൈൻ കഴിഞ്ഞ് മൂന്നാമത്തെ ലൈനിലാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. പിന്നെ 1 ലൈൻ, അപ്പൊ ഇത് 4 ലൈനുള്ള ബുക്കല്ലേ. പിന്നെ ഇത് കഴിഞ്ഞ് വീണ്ടും 2 ലൈൻ കഴിഞ്ഞ് ഇതിലാണ് എഴുതേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇതേപോലെ 1 2 3 ലൈൻ കഴിഞ്ഞ് ഈ വരിയിൽ കേട്ടോ. 2 ലൈൻ കഴിഞ്ഞ് മൂന്നാമത്തെ ലൈനിലാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ഇപ്പൊ എഴുതണ്ട കേട്ടോ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണേന്ന് നോക്കിയാ മതി. ജുവൈരി ഇങ്ങോട്ട് നോക്കൂ. ഇപ്പൊ നോക്ക, നമുക്ക് ആദ്യം നമുക്കിത് ശീലാവാൻ വേണ്ടിട്ട് നമുക്കൊരു ലൈന് വരച്ച് നോക്കാം. ചോപ്പായിക്കോട്ടെ അല്ലേ, ചോപ്പാകുമ്പോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കുറച്ചും കൂടി. ഇതിങ്ങനെ ഒരു ലൈന് വരച്ച് നോക്കാം നമുക്ക് കേട്ടോ. നിങ്ങള് ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇതേപോലെ റൈറ്റ് ടു ലെഫ്റ്റ് ഒന്ന് വരച്ച് നോക്കുക കേട്ടോ. ഇങ്ങനെ വരക്കാൻ കഴിയുന്നുണ്ടോന്ന് നോക്കി. ആദ്യം ടീച്ചർ എഴുതുന്നത് ഒന്ന് ശ്രദ്ധിക്കാണ്ടാവും. റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് നമ്മൾ ഇങ്ങനെ വരച്ച് നോക്കാം, നമുക്ക് കഴിയുന്നുണ്ടോന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് എഴുതി പഠിക്കാം കേട്ടോ. ഇങ്ങനെ നോക്കി, ഇങ്ങനെ റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് എഴുതാൻ കഴിയുന്നുണ്ടോ നോക്കി. നമുക്ക് ഇതുവരെ നമ്മൾ ശീലിച്ചത് ഇവിടുന്ന് അങ്ങോട്ട് എഴുതാനല്ലേ, ഈ ഭാഗത്തുനിന്ന് ഇവിടുന്ന് ഇങ്ങനെ എഴുതാനല്ലേ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ എഴുതുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് ശീലമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതി നോക്കൂ. ഇനി എഴുതി നോക്ക്, ജുവൈരി എഴുതി നോക്ക്. എഴുതിയാ? ബുദ്ധിമുട്ടുണ്ടാവും, ആദ്യമായിട്ട് എഴുതണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ശരിയായിക്കോളൂ. ഇപ്പൊ ബാക്കിയുള്ളവരെവിടെയാ? ആദം ഒന്നും ജോയിൻ ആയിട്ടില്ല. അബ്രാം ഉണ്ട് അല്ലേ? നോക്കിയാ? ഞാൻ ഒന്നും കൂടി വരച്ചു കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ബേസ് ലൈൻ ഇങ്ങനെ വരച്ച് നോക്കി പറ്റുന്നുണ്ടോന്ന്. ഈ ലൈന് മുഴുവനായിട്ട് വരക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ ഇതുവരെ എഴുതാത്തൊരു ഇതില് ഇങ്ങനെ പോവാണ്. അപ്പൊ ചിലപ്പോ തെറ്റുട്ടോ, സാരല്ല. ഇങ്ങനെ എഴുതി നോക്ക്. ഓക്കെ, കുഴപ്പമില്ലല്ലോ, പറ്റുന്നില്ലേ? എന്താ ചോദിച്ചേ? ഒരു 2-3 വര വരച്ചോ. ടീച്ചർ എഴുതിയ പോലെ. ടീച്ചർ ഇപ്പൊ 1 എഴുതി, പിന്നെ ഇതേപോലെ ഈ ബേസ് ലൈനിൽ ഒന്നും കൂടിയൊക്കെ കുറേശ്ശെ വരച്ചു നോക്കിയാൽ മതി. ഇങ്ങനെ വരച്ചു നോക്ക്, എന്നിട്ട് അടുത്ത ലൈനിലൊക്കെ ഇങ്ങനെ വരച്ചു നോക്ക്. പറ്റുന്നുണ്ടോ? നമുക്ക് എന്താണ് അതല്ലേ ഞാൻ ആദ്യം കാണിച്ചു തന്നേ. ആദ്യത്തെ അത് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ കാണുന്നില്ലേ? ഒരു ഇത് പോകുന്ന കാണുന്നില്ലേ? ഒരു അടയാളം, ഒരു മാർക്കർ വരുന്നില്ല. ഓക്കെ, ഇതില് ഒന്നാമത്തെ വരല്ലേ ഇത്? 2 വര വിട്ട് മൂന്നാമത്തേലാണ് എഴുതേണ്ടത്. 4 വര കോപ്പി അല്ലേ, 4 വരെയുള്ള ബുക്കല്ലേ. അപ്പൊ മൂന്നാമത്തെ ലൈനാണ് നമ്മുടെ ബേസിക് ലൈൻ.
അത് കഴിഞ്ഞിട്ട് ഒരു കഴിഞ്ഞ് 4 ആയി. പിന്നെ 2 വരവിട്ട് 3ാമത്തെ ലൈൻ ഒരു ഇത്തിരി ബ്ലാക്ക് ആയിട്ട് കാണിക്കുന്നില്ലേ, അതിലാണ്. അപ്പൊ അങ്ങനെ അടിയിലേക്ക് പോകുമ്പോ ഏകദേശം ഒരു 9 ലൈൻ ഉണ്ടാവും കേട്ടോ. ഇത് കുഴപ്പമില്ല, ഇത് ഞാൻ വെറുതെ വരക്കാൻ പറഞ്ഞാണ്. അത് കഴിഞ്ഞെങ്കിൽ മതി. ഓക്കെ, അത് ഏകദേശം നിങ്ങൾ ഒന്ന് ഇത് കഴിഞ്ഞ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. നോട്ട് ബുക്കിലോ ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് തോണി വരച്ച് നോക്കാം. തോണി വരക്കാൻ അറിയാം? തോണി കണ്ടിട്ടുണ്ടാ? തോണി വരച്ച് നോക്കട്ടോ. ഇനി ഇതിലേക്ക് നോക്കട്ടോ, ബോർഡിലേക്ക് നോക്കട്ടോ. നമ്മളിങ്ങനെ തോണിയൊക്കെ വരച്ചിട്ടാണ് അങ്ങനെ പോയി. പിന്നെ അതിലൂടെ നമ്മൾ അറബി അക്ഷരത്തിലോട്ട് പോവാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു തോണി വരച്ച് പഠിക്കാട്ടോ. ഇതുണ്ടോ, ഇങ്ങനെയല്ലേ തോണി ഉണ്ടാവുക? ചെറിയ കുഞ്ഞി തോണി വരക്കാം. ഇപ്പൊ നോക്കിയാ മതി, ഇപ്പൊ എഴുതണ്ട കേട്ടോ. ഇതിലിപ്പോ ആരൊക്കെ ജോയിൻ ആയി? ഞാൻ എല്ലാരും കൂടി ഒരുമിച്ച് കണ്ടതുകൊണ്ടേ ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. ഇനിയും കുറെ പേര് വരാനുണ്ട്. 7 പേരുണ്ടല്ലോ, എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല. അപ്പൊ ഇതിൽ നോക്കിട്ട് ഇപ്പൊ എഴുതണ്ട കേട്ടോ. ഇപ്പൊ നോക്ക്, ഞാൻ എന്താ ചെയ്യണേ, ഈ ബേസിക് ലൈനില് ഒരുപാട് മേലേക്ക് പോകണ്ട കേട്ടോ. ഇങ്ങനെ വേണ്ട, ഇത് കുറെ പോയില്ലേ. ഇങ്ങനെയല്ല കേട്ടോ. എങ്ങനെയാണ്? ഇങ്ങനെ ഇതാ, ഇങ്ങനെ ചെറുത് കുറച്ചൊരു 1/4 ഭാഗം മതി കേട്ടോ. അങ്ങനെ വരക്കാം. ഇപ്പൊ ഇത് നോക്ക കേട്ടോ, എന്നിട്ട് വരച്ചാ മതി. സഹ്റ, ഇങ്ങോട്ട് നോക്ക്. നിങ്ങക്ക് സ്ക്രീന് കാണുന്നില്ലേ? ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഇങ്ങനെ കേട്ടോ. അതുപോലെ ഇങ്ങനെ താഴോട്ടും അല്ല കേട്ടോ, ബേസിക് ലൈനിന്റെ താഴോട്ടും അല്ല, ഇതേപോലെ ഇങ്ങനെ താഴോട്ടും അല്ല, ഇതേപോലെ ഇങ്ങനെ മേലോട്ടും അല്ല. ഓക്കെ, ഇതേപോലെ കേട്ടോ. ഇനി ഇതില് ഏതാണ് ക്ലിയർ ആയിട്ടുള്ളതെന്ന് ഞാനൊന്ന് കാണിച്ചു തരട്ടെ. ഇതില് ഇത് ക്ലിയർ ആണ്, ഇത് ക്ലിയർ ആണ്, ഇത് ക്ലിയർ ആണ്, ഇത് ക്ലിയർ ആണ്. ഇതിന് കുറച്ച് ചെരിവൊക്കെ ഉണ്ട്, അപ്പൊ അതൊന്ന് ശരിയാക്കണം. ഇതും ക്ലിയർ ആണ്, ഇതും ക്ലിയർ ആണ്, ഇതും 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 ഇതൊക്കെ ക്ലിയർ ആണ് കേട്ടോ. പിന്നെ ക്ലിയർ അല്ലാത്തത് ഏതാ? ഇതാ കണ്ടോ? ഇത് ക്ലിയർ ആണോ? No. നോ. ഇൻഷാല്ലാ, ബറക്കല്ലാ. ജുവൈരിയ, ഇതോ? No. നോ. സഹ്റ, ഇതെന്താണ്? ശരിയാണോ തെറ്റാണോ? നോ. വെരി ഗുഡ്. മൈക്ക് ഓഫ് ചെയ്താരാ? താനിയ, ഇത് ക്ലിയർ ആണോ? ഇപ്പൊ ഞാൻ കാണിച്ചേ ക്ലിയർ ശരിയാണോ തെറ്റാണോ? അബ്രാം, അബ്രാം. താനിയ പറഞ്ഞേ നോ. ഓക്കെ ഓക്കെ. അബ്രാം മനസ്സിലായോ? അബ്രാം മനസ്സിലായോ? അബ്രാം ഇന്ന് ദേഷ്യത്തിലാന്ന് തോന്നുന്നുണ്ടല്ലോ. എന്തു പറ്റി? ഉമ്മാനോട് പിണങ്ങിയോ? അബ്രാമേ, അബ്രാം എന്താ ഒന്നും ഉണ്ടാത്തെ? അബ്രാം, തോണി വരക്കാൻ പഠിഞ്ഞോ? അബ്രാം കാര്യമായി എന്തോ പ്രശ്നത്തിലാണെന്ന് തോന്നുന്നുണ്ട്. എന്റെ കണക്ഷൻ പോയല്ലോ. മക്കളെ, നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. കേൾക്കുന്നില്ലെങ്കിൽ പറയണട്ടോ. എന്റെ കണക്ഷന് ചെറിയൊരു ഉണ്ടാവലില്ല, ഇടയ്ക്കൊരു ഇതുണ്ട്. അപ്പൊ ഇത് മനസ്സിലായോ? കുഞ്ഞി തോണി വരച്ച് പഠിക്കുക നമ്മള്. ഇതാണ് റൈറ്റ് ടു ലെഫ്റ്റ് റൈറ്റിംഗ്, അതായത് വലത് ഭാഗത്തുനിന്ന് ഇടത് ഭാഗത്തോട്ട് എഴുതി പഠിക്കുക നമ്മൾ കേട്ടോ. അറബി എഴുതുന്നത് എവിടുന്നാണ്? വലത് ഭാഗത്തുനിന്ന് ഇടത് ഭാഗത്തോട്ടാണ്. അപ്പൊ നമ്മള് അത് എഴുതി പഠിക്കാൻ കേട്ടോ. ഇത് നോക്ക, ഞാൻ പറയുമ്പോ എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ നിങ്ങള്
പിന്നെ ഇപ്പൊ എഴുതി പഠിക്കാട്ടോ. ഇപ്പൊ ഇത് നോക്കുക, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുമ്പോ ഇതേപോലെ എഴുതണം കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ വേണ്ടിയിട്ട് എഴുതുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ പറഞ്ഞു തരണം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ. ഓക്കെ. ഓക്കെ, എത്ര മതി. ഇനി ദഹ്റ പറഞ്ഞേ ഇത് ശരിയാണോന്ന്. ദഹ്റിന്റെ ക്യാമറ ക്ലിയർ ഇല്ലല്ലോ. ശരിയാണോ? കാണുന്നില്ല. ദഹ്റ ഇവിടെ എന്റെ കണക്ഷൻ പോയിക്കണോ? ശരിയാണോ തെറ്റാണോ ഉണ്ടെന്നില്ലല്ലോ. ശരിയാണോ തെറ്റാണോ? എന്നാ താനിയെ പറഞ്ഞേ ഇത് ക്ലിയർ ആണോ? താനിയന്റെ മൈക്ക് ഓഫ് ആണല്ലോ. ഇത് ശരിയാണോ? ശരിയാണോ തെറ്റാണോ? ഓക്കെ. സെക്കൻഡ് വൺ. ജുവൈരി ഇനി അടുത്തതോ? ഇത് ശരിയാണ് അല്ലെ? ജുവൈരി പറഞ്ഞ അടുത്തത് ശരിയാണ്. Yes. യെസ്. അപ്പൊ ഇതോ? ഇത് ക്ലിയറാ? ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ അല്ല ട്ടാ. ഇനി അബ്രാം പറഞ്ഞേ ഞാനിപ്പോ ഈ ഇത് ചെയ്തത് ക്ലിയർ ആണോന്ന്. താനിയെ പറഞ്ഞേ യെസ്. ഓക്കെ, വെരി ഗുഡ്. അബ്രാം പറഞ്ഞപ്പോ ഇപ്പൊ കാണിച്ചത് ശരിയാണോന്ന്. അബ്രാമിനെ ഞാൻ നേരിട്ട് വിളിച്ചിട്ടില്ല തോന്നുന്നു. നോ. മാഷാഅല്ലാ, വെരി ഗുഡ്, വെരി ഗുഡ്. അത് നോ ആണ് അല്ലേ? നമുക്ക് തെറ്റാണ് കൊടുക്കട്ടോ. ഓക്കെ, പിന്നെ ഇതിൽ ഏതാ തെറ്റുള്ളത്? ഇത് തെറ്റല്ലേ? Yes. ഓക്കെ. അബ്രാം ഉഷാറായല്ലോ. ഇതും തെറ്റല്ലേ? Yes. ഓക്കെ, ഇതും തെറ്റാണ്. ബാക്കിയൊക്കെ ഏകദേശം ക്ലിയർ ആണ് കേട്ടോ. ഇതും തെറ്റാണ്. ബാക്കിയൊക്കെ മാഷാഅല്ലാ ക്ലിയർ ആണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ബുക്കിലൊന്ന് എഴുതി നോക്കല്ലേ. നമ്മൾ നേരത്തെ ചിത്രം വരച്ചില്ലേ, അല്ല വര വരച്ചില്ലേ ആ പേജില്, 7ാമത്തെ പേജില് അത് മായ്ക്കാം കേട്ടോ. നമ്മൾ വരച്ചല്ലോ, അത് മായ്ച്ചിട്ട് 3ാമത്തെ ലൈനില് ഒന്ന് എഴുതി നോക്കി. കുഞ്ഞി തുണി വരച്ച് നോക്കി പെൻസിലുകൊണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എഴുതണ നോക്കിയാൽ മതി കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ഞാൻ എഴുതണം നോക്കിയാൽ മതി. എന്റെ മൈക്ക് ഓഫ് ആവേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. കാരണം നിങ്ങൾ ഈ സ്ക്രീനും എഴുതുന്ന സ്ക്രീനും ഒരുമിച്ച് ചിലപ്പോൾ എനിക്ക് അത്ര ക്ലിയർ ഉണ്ടാവില്ല. നോക്ക്, ഇത് സ്ക്രീനിൽ തെളിഞ്ഞ് കാണുന്നില്ലേ നോക്കാം. ഉണ്ടോ? കുഞ്ഞി തുണി വരക്കാം. ചോദിച്ചാ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഫോൺ ഇത്തിരി അടുത്ത് വെച്ച് ചോദിക്കണം കേട്ടോ. വരന്റെ ഒരു കാൽഭാഗം, പിന്നെ കാൽഭാഗം പൊന്തിയാ മതി കേട്ടോ. ഇങ്ങനത്തെ. ഓക്കെ. slowly something up. Hold your pencil properly. Small dot. Not that much big.
Make it a small boat. Elika. A small boat, okay? ഞാൻ എഴുതി തരാട്ടോ. Too much input, please. This is ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ഇതിൽക്ക് നോക്കിക്കോളിട്ടാ. like this. Some space. ഇങ്ങനെ എഴുതരുത്, ഇങ്ങനെ എഴുതരുത്, അതേപോലെ ഇങ്ങനെ താഴോട്ടും എഴുതരുത്. കറക്റ്റ് വരമ്മൽ കൂടി ഇങ്ങനെ. Right on the line. This is too big. Small but was good. This is very small. അബ്രാം എഴുതുന്നുണ്ടാ? Are you right here? അബ്രാമിന് പൂച്ചക്കുട്ടികളെ ഇഷ്ടാ? Here on ഇഷ്ടല്ല? this ബേർഡിന് ഇഷ്ടാ? line. ഡോഗിന് ഇഷ്ടാണ്? Like this. അബ്രാം പിന്നെ എന്താ ഇഷ്ടം? എലഫന്റാ? Don't be naughty today. Okay. What do you pencil? സഹറിന്റെ ക്യാമറ തീരെ ക്ലിയർ ഇല്ലല്ലോ, ഇഷ്ടത്തിരിക്കുന്ന പോലെ. വിളിച്ചില്ലേ? എഴുതി കഴിഞ്ഞ കഴിയുന്നുണ്ടോ? ഇതുപോലെ എഴുതരുത്. അത് ഞാൻ വായിക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അതേപോലെ എഴുതും. Here, where I am putting my finger. Okay, good. Right. Yes. ഇനി വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ എഴുതി തരാം. കഴിഞ്ഞോ? ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടോ? ഞാൻ തിരിച്ച് നിങ്ങളുടെ അതിലോട്ട് വരാട്ടോ. എനിക്ക് കുറച്ചും കൂടി വലുതായിട്ട് കാണാൻ പറ്റും. സഹ്റ എഴുതിയതൊന്ന് കാണിച്ചു തരുമോ? സഹ്റ കുറച്ച് എഴുതിയാൽ മതി, ബാക്കി നമുക്ക് ഹോംവർക്കായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് എഴുതി. ഒന്ന് കാണിച്ചു തരും. ഇല്ല അല്ലേ? കാണും. അവൾക്ക് റെഡി ആവണല്ലോ, അവള് സ്കൂളിൽ എഴുതിയിട്ടേ. ഓ അപ്പൊ നിങ്ങൾ അപ്പൊ ഇതേപോലെ ആവുന്നില്ല, ഇങ്ങനെ മേലേക്ക് കാല് നീട്ടിയിട്ട് എഴുതണവര്. അപ്പൊ അതൊന്ന് റെഡി ആവാണ്ട് റെഡിയാക്കി എടുത്താൽ മതി. പിന്നെ നിങ്ങൾ പിന്നെ പ്രാക്ടീസ് ചെയ്താൽ മതി. പിന്നെ വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി കേട്ടോ. ഓക്കെ. പിന്നെ അബ്രാമിന്റെ ഒന്ന് നോക്കട്ടെ. ഇതാരതാ? അബ്രാം എവിടെ? അബ്രാം പോയാ? ജുവൈരിൻ്റെതോ? ഓക്കെ, മാഷാഅല്ലാ. ഓരോ പ്രാവശ്യം എഴുതിയിട്ടുള്ളൂ അല്ലേ? ആ വരിയിൽ രണ്ട് ലൈൻ എഴുതി എഴുതിയിട്ടുണ്ട്. മാഷാഅല്ലാ. ഇത് ജുവൈരിന്റെ നേരത്തെ പാര കാണിച്ചെന്നേ. ഓക്കെ. മാഷാഅല്ലാ, കുഴപ്പമില്ല, എഴുതിയിട്ടുണ്ട്. ഓക്കെ, ചിരിക്കുന്നു. മാഷാഅല്ലാ, ബറക്കല്ലാ, ഉഷാറായിട്ട് എഴുതിയിരിക്കുന്നു കേട്ടാ. ഓക്കെ. പിന്നെ ഞാനാ
അബ്രാമിന്റെ ഒന്ന് കൂടി ക്ലിയർ ആക്കേ. അബ്രാം അല്ലാതെ ആരായിരുന്നു? താനിയന്റെ അല്ലെ. ഇതേ സ്ക്രീന് ചെറുതായതുകൊണ്ട് കാണുന്നില്ല. പക്ഷെ അത് എനിക്ക് ഫോട്ടോ എടുത്ത് ഇപ്പൊ വേണ്ട, ഇപ്പൊ ഏകദേശം ക്ലിയർ ആയിട്ടില്ലേ? ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇതിനി എന്താ ചെയ്യണ്ടേ? ഇനി ഞാൻ അടുത്ത ഇതിലോട്ട് പോട്ടെ കേട്ടോ. നിങ്ങളെ സ്ക്രീനിലോട്ട് തന്നെ വരട്ടെ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച, പിന്നെ ഇനി അടുത്ത ആഴ്ചയില്, നാളെ കഴിഞ്ഞ പിന്നെ അടുത്ത ആഴ്ചയില്ലേ ക്ലാസ് ഉള്ളൂ. അതിനു മുമ്പായിട്ട് പിന്നെ ഈ പേജില് അടിവരെ എഴുതണം. അതായത് 7ാമത്തെ പേജില് 3ാമത്തെ ലൈനില്, മൂന്നാമത്തെ ലൈനിൽ, അതേപോലെ വീണ്ടും 3ാമത്തെ ലൈനിൽ, അങ്ങനെ 9 ലൈൻ എങ്ങാണ്ട് ഉണ്ടാവും. അത് നിറയെ എഴുതിയിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരണം കേട്ടോ. ഇതേപോലെ ഈ പേജ് മുഴുവനും എഴുതണം കേട്ടോ. ഓക്കെ, ഒരു വരയില് ഫുള്ളായിട്ട് ഇതുവരെ എഴുതണം കേട്ടോ. ഇതേപോലെ എഴുതിയിട്ട് അപ്പൊ ഒരു 9 ലൈനൊക്കെ ഉണ്ടാവും കേട്ടോ. സമയമുണ്ട് നിങ്ങൾക്ക്. പിന്നെ അടുത്ത മൺഡേ, അടുത്ത ക്ലാസ് അടുത്ത മൺഡേ അല്ലേ? ഇനി അതിലിടക്ക് കഴിഞ്ഞവർ എനിക്ക് അയച്ചു തന്നു കേട്ടോ. അതുപോലെ 9 ലൈന് എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം കേട്ടോ. അതിന്റെ ഇടയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് എന്റെ പേഴ്സണലിൽ അയച്ചു തന്നോളേണ്ടി കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത ഇതിലോട്ട് പോയാലോ? അടുത്ത ഇത് പഠിക്കാം. ഓക്കെ, അതല്ല, എനിക്ക് അടുത്തത് ഓക്കെ. ഇനി നമുക്ക് 8ാമത്തെ പേജ് എടുക്കാം. ഇത് 8 അല്ല, 8ാമത്തെ പേജ്. അടുത്ത പേജ് നോക്കാം അതെന്താണെന്ന്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇത് ക്ലിയർ അല്ലേ? സ്ക്രീൻ ക്ലിയർ അല്ലേ? നിങ്ങൾ കുഴങ്ങിയോ? ഒത്തിരി വെള്ളം കുടിച്ചോളി കുഴങ്ങിക്കണമെങ്കിൽ. തോണി വരച്ചാൽ കുഴങ്ങൊന്നുമില്ലല്ലോ അല്ലേ? എന്നാലും വെള്ളം കുടിച്ചു. ജോയിലൊക്കെ വെള്ളം കുടിക്കണമെങ്കിൽ ഇത്തിരി വെള്ളം കുടിച്ചു കേട്ടോ. ഇനി അടുത്ത പേജിൽ എന്താ? അപ്പൊ നമ്മൾ ഒരു തോണി വരക്കാനല്ലേ പഠിച്ചേ? അടുത്തത് നമുക്ക് റൈറ്റ് ലെഫ്റ്റ് കണ്ടിന്യൂസ് ലോങ് റൈറ്റിംഗ്. അബ്രാം എന്താ പറയുന്നത്? ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ലല്ലോ. അബ്രാം തീരെ ആരോട് ദേഷ്യത്തില്ല. അബ്രാമിന് ഒറ്റക്കൊന്ന് വിളിക്കണം. അപ്പൊ സഹറ, ജുവൈരി നിങ്ങൾ ശ്രദ്ധിക്ക്. താനിയ, ഇതെന്താ? അടുത്ത പേജില് റൈറ്റ് ലെഫ്റ്റ് കണ്ടിന്യൂസ് ലോങ് റൈറ്റിംഗ്. അപ്പൊ നമ്മളിപ്പോ തോണി വരച്ചില്ലേ, അത് നമുക്ക് തുടർച്ചയായിട്ട് തോണി വരച്ചു നോക്കാം. ഒരു തോണിയല്ലേ നമ്മൾ വരച്ചത്. അപ്പൊ കുറെ തോണികൾ ഒരുമിച്ച് വരച്ചു നോക്കാം കേട്ടോ. അതിനുവേണ്ടി പഠിച്ചു നോക്കാം. ഇപ്പൊ സ്ക്രീനിൽ നോക്കിട്ടാ. അബ്രാം വെള്ളം കുടിച്ചാ? ഇനി സ്ക്രീനിൽ നോക്കിയേ. അപ്പൊ നമുക്ക് തുടർച്ചയായിട്ട് തോണികൾ വരച്ചു നോക്കല്ലേ. ഉസ്താദ് പറഞ്ഞ പോലെ എന്തോ ആദ്യം എഴുതുമ്പോൾ എന്താ പറയണ്ടേ? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. മാഷാഅല്ലാ ബറക്കല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓക്കെ,
നമുക്ക് ആദ്യത്തെ പേജിൽ ഒരു തോണിയാണ് വരച്ചത്. ഇത് ഒരു തോണി കഴിഞ്ഞിട്ട് ഒരു തോണിയും കൂടി, പിന്നെ ഒരു തോണിയും കൂടി, ഒരു തോണിയും കൂടി, അങ്ങനെ ഒന്ന് വരച്ച് പഠിച്ചു നോക്കിയാലോ? ഇങ്ങനെ തോണി വരച്ചിട്ട് പിന്നീട് നമ്മൾ ഈ ഒരു തോണി വെച്ചിട്ട് നമ്മൾ ഒരുപാട് അറബി അക്ഷരങ്ങൾ പഠിക്കും കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ തോണി വരച്ച് പഠിക്കണം. അപ്പൊ നമ്മള് റൈറ്റ് ടു ലെഫ്റ്റ്, കണ്ടിന്യൂസ്, ലോങ് റൈറ്റിംഗ്, ലോങ് റൈറ്റിംഗ് ഉണ്ടോ? ബുദ്ധിമുട്ടില്ലല്ലോ, എളുപ്പല്ലേ? ഒരു തോണി വരച്ചു, പിന്നെ അടുത്തത് ഒരു തോണി വരച്ചു. എന്നോട് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇത് ഇത്തിരി കട്ടി കുറക്കണം. കട്ടിയുണ്ടോ? എന്താ പറഞ്ഞേ? അവന് സങ്കടം വന്നണോ? അതാണ് സംഭവം. ഉറക്കം വന്നിക്കണോന്നുണ്ട്. അബ്രം നാളെ വരുമ്പോ നല്ല കുട്ടിയായിട്ട് വരൂലേ? ഇന്ന് എന്താണൊരു സുഖല്ല. എന്താണ്? ഇപ്പൊ അതിലോട്ട് നോക്കട്ടോ, എന്നിട്ട് പിന്നീട് വരക്കാട്ടോ. ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണ് വരക്കണേന്നൊന്ന് ശ്രദ്ധിച്ചാ മതി ട്ടോ. ഇപ്പൊ എങ്ങനെയാണ്? ചെറിയ ചെറിയ കുഞ്ഞി തോണികള് ഒരുമിച്ച് വരക്കാട്ടോ. നേരത്തെ നമ്മൾ ഓരോ തോണി വീതല്ലേ പഠിച്ചേ? ഇങ്ങനെ വരക്ക. ഇത് വരക്കുമ്പോഴ് ഇങ്ങോട്ട് ശ്രദ്ധിക്കേ, ഇങ്ങനെ വരക്കരുത് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ വരക്കരുത്, ഇങ്ങനെ. ബാങ്ക് കൊടുക്കണ്ട അല്ലേ? എഴുതിക്കോളിട്ടാ, ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. On this one. Without lifting it. No. Absolutely. See, you can have this one. No, down. Here. From there. Again, go down. Yes. Stupid writing. Not to keep. Enough. Okay. This. Go up. Go up. Hold it back. ഞാൻ ഒന്നും കൂടി എഴുതുന്നുണ്ട് കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളി. അത്ര കട്ടില്ലാണ്ട് എഴുതിത്തരാം. Okay. Go up. Yes. Hold it here. Hold it here. It's over here. What will happen? Go up. Not make it too long. Not too long. Go up. Up. Down.
join up. കട്ടി കുറഞ്ഞോ? ഇപ്പൊ ക്ലിയർ ഇല്ലേ? Be like this. Teacher version. With your pen. ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ വായിക്കണം. ഇങ്ങനെയാണ് എഴുതേണ്ടത്. Okay, with your pen. ഇന്റർനെറ്റ് കണക്ഷൻ അൺസ്റ്റേബിൾ. ഇല്ലേ? With your pencil. അതേപോലെ ഇങ്ങനെ താഴോട്ടാക്കിയിട്ട് എഴുതരുത് കേട്ടോ. ഇങ്ങനെ എഴുതരുത്. നമ്മൾ ചെറിയ തോണി വരച്ച ഒരു കാൽ ഭാഗത്തു നിന്ന് വന്നിട്ട് അതിമിൽ തന്നെ ഒന്നും കൂടി വരക്കുക, പിന്നെ ഒന്നും കൂടി വരക്കുക, അങ്ങനെ അങ്ങനെ ഒരു ഒന്ന് ഈ വലിപ്പം അങ്ങനെ ചെയ്യരുത് കേട്ടോ, പല വലിപ്പത്തിലായിട്ട്. അതായത് ഇത് ഈ വലിപ്പം, പിന്നെ അടുത്തത് കുറച്ചും കൂടി വലുത് വലുത്, അങ്ങനെ ചെയ്യരുത്. ഒരേ ലെവലിൽ അങ്ങനെ നോക്കാം. ആദ്യമൊന്നും ചിലപ്പോൾ ശരിയാവില്ല, അത് സാവധാനം ശരിയായിക്കോളൂ കേട്ടോ. ഇതൊക്കെ തെറ്റാണ് കേട്ടോ. പറ്റുന്നുണ്ടോ? Just your position. Okay. The line. The line. Just My back is hurting. ഒരു വരി എഴുതിയിട്ട് നോക്കിയിട്ട് ക്ലിയർ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്തതിലോട്ട് പോവാം. ഇനി പറഞ്ഞ പോലെ നിങ്ങൾ എഴുതി നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു 2-3 വരി എഴുതി നോക്കിയിട്ട് എനിക്ക് അയച്ചു തരാം. ഞാൻ ഒന്നും കൂടി എഴുതുന്നുണ്ട് കേട്ടോ. നെറ്റ് പോയാ ആരേതാ നെറ്റ് പോയത്? ഇതാ ഇതേപോലെ നമ്മള് തോണി വരച്ചില്ലേ നേരത്തെ, ഒരു തോണി. ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരുന്നുണ്ടായിരിക്കും. പിന്നെ നാളെ നമ്മൾ തുടങ്ങുമ്പോ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഒന്നും കൂടി ചെയ്തിട്ടേ ഉള്ളൂ നമ്മൾ അടുത്തതിലോട്ട് പോവാട്ടോ. കാരണം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് പിന്നീട് അങ്ങനെ ശരിയായിക്കോളൂ കേട്ടോ. ഇതാ ഇങ്ങനെ ചെയ്തു. ചെറിയ ഒരുപാട് മേലോട്ട് പോവണ്ട, കുറച്ച് പോയാൽ ചെറിയൊരിത് മതി. എന്തെങ്കിലും തെറ്റ് വന്നാൽ അപ്പം വായിക്കാം, എന്നിട്ട് വീണ്ടും തെറ്റും. ഓക്കെ, ഇതിലും വലിയ കളർ കൊണ്ട് വരച്ചു തരണം. ഇത് കാണുന്നില്ലേ? അപ്പൊ ക്ലിയർ ആയോ? അതായത് നേരത്തെ നമ്മൾ ഒരു തോണി വരച്ച് പഠിച്ചു. ഇപ്പൊ നമ്മള് റൈറ്റ് ലെഫ്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ലോങ് റൈറ്റിംഗ്, തുടർച്ചയായിട്ട് നമ്മൾ ഇങ്ങനെ കുറേ തോണി ഓക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതാൻ വേണ്ടി പഠിക്കുകയാണ് കേട്ടോ. അതിലൂടെയൊക്കെ നമ്മൾ അറബി അക്ഷരത്തിലോട്ടാണ് പോകുന്നത് കേട്ടോ ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ ഇങ്ങനെ കുറേ
പിന്നെ ശ്രദ്ധിക്കുക, ഇങ്ങനെ ചെയ്യരുത്, അതായത് ഒരുപാട് മേലേക്ക് ഇങ്ങനെ ചെയ്യരുത്. ഓക്കെ. അതേപോലെ ആ വരിന്റെ താഴോട്ടായിട്ട് ഇങ്ങനെയും ചെയ്യരുത്. ഇതിന്റെ രണ്ടിന്റെ ഇടയിലായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ളായിട്ട് വരക്കാം. ഈ മൂന്നാമത്തെ ലൈന് ഒരു ഇത്തിരി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ബ്ലാക്ക് ആയിട്ട് അല്ലേ? ആ ലൈനിലാണ് നമ്മൾ ഇത് ഫില്ല് ചെയ്തിട്ട് വരക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ 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 ഇങ്ങനെ. സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വരച്ചാൽ പഠിഞ്ഞ നമ്മള് Can I have some water? കഴിഞ്ഞ ഒരു പേജ് വെച്ചിട്ട് നോക്കിയേ. ഞാനും നിങ്ങളെ സ്ക്രീനിലോട്ട് വരാം. അതിന്റെ ഇടയിൽ എന്താ വേറെ വരവ്? ഓക്കെ. സഹ്റ എഴുതി കഴിഞ്ഞ ഒരു 1-2 ലൈനിൽ എഴുതിയാൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് കാണിച്ചു തരുമോ? കാണുന്നില്ല, എന്നാലൊന്ന് കാണിച്ചു തരുമോ സഹ്റ? സഹ്റ നല്ല എഴുത്താണല്ലോ. എഴുതി കഴിഞ്ഞ? ഇല്ല. ഒരു വരി എഴുതിയാൽ മതി, ഒരു വരി മതി കേട്ടോ. But how? കഴിഞ്ഞ? Why did I do it, Tracy? കാണുന്നില്ല ക്ലിയർ. ഓക്കെ ഓക്കെ. ഇത് ആരതാ? അബ്രാമിന്റെ. മാഷാഅല്ലാ മാഷാഅല്ലാ മാഷാഅല്ലാ. മബ്രൂക്ക് മാഷാഅല്ലാ മബ്രൂക്ക്. Okay. Are you happy now? കഴിഞ്ഞോ? ലാസ്റ്റ് ഞാൻ ഓരോ പേജും ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഓരോ പേജും ഹോംവർക്കായിട്ട് എഴുതിയിട്ട് കാണിച്ചു തരാം. നാളെ വേണമെന്നില്ല കേട്ടോ.
ഇന്ന് ഏകദേശം ഷേപ്പുകളും പൂർണ്ണമായി നമുക്ക് നാളെ ഓരോ അക്ഷരങ്ങൾ പഠിക്കാം. സമയമുണ്ടല്ലോ, 8:30 ആവാനായി. ഇനി അടുത്ത ഷേപ്പ് പഠിക്കാൻ സമയമില്ല അല്ലേ. അപ്പൊ ഇന്ന് നമ്മള് എന്റെ പോയാ പോയിട്ടില്ലല്ലോ, കാണുന്നില്ലേ? ഓക്കെ, അപ്പൊ നമ്മള് പറയുമ്പോൾ ആരാണ് സ്ക്രീനിൽ വരക്കണ ആള്? സ്ക്രീനിൽ വരക്കല്ലേ കേട്ടോ, നിങ്ങള് നോട്ട്ബുക്കിൽ വരക്കേ. ഞാൻ ഒന്നും കൂടി ചെയ്തു തരട്ടെ. നമ്മുടെ 7ാമത്തെ പേജില് എന്തായിരുന്നു? 7ാമത്തെ പേജില് നമ്മള് കുഞ്ഞി തോണി വരക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം വരച്ച് പിന്നെ ഒന്ന് ശ്രമിച്ചു നോക്കിയതിന് ശേഷം അത് മായ്ച്ചിട്ട് ഇങ്ങനെ റൈറ്റ് നിന്ന് ലെഫ്റ്റക്ക് കുഞ്ഞു തോണികൾ വരക്കുക കേട്ടോ. അതാണ് 7ാമത്തെ പേജിലുള്ള വർക്ക്. ഓക്കെ, അപ്പോ ആദ്യം മുതൽ ആ വര ഫുള്ള് എഴുതണം കേട്ടോ. അങ്ങനെ 9 ലൈൻ എഴുതണം കേട്ടോ. 9 ലൈന് ഫുള്ളായിട്ട് ഇതേപോലെ തോണികൾ വരച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് അയക്കുക. ക്ലിയർ സ്കാനിൽ അയച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി എളുപ്പമുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഇങ്ങനെ. ഇനി അടുത്തത് ഇവിടുത്തെ ലൈന്. ഞാൻ എഴുതുന്നത് ഒരു പെന്ന് ഉപയോഗിച്ചിട്ടാണ്. ഇങ്ങനെ. ഇത് മനസ്സിലായില്ലേ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഇതിങ്ങനെ കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഉയരാൻ പാടില്ല. പിന്നെ അതേപോലെ ഇങ്ങനെ കീപ്പട്ടും വരണ്ട കേട്ടോ. ഇത് രണ്ടുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, എപ്പോഴും ഇങ്ങനെ ഓക്കെ. ഇത് കഴിഞ്ഞില്ല. ഇനി അടുത്ത പേജില് എട്ടാമത്തെ പേജ്. അതിലപ്പോ ഞാൻ അത് എഴുതിയ 7ാമത്തെ പേജിലല്ലേ? എന്താടാ റൈറ്റ് ടു കണ്ടിന്യൂസ് ലോങ് റൈറ്റ്, ഇതിലാണ് കൊണ്ടെഴുതിയിരിക്കണല്ലേ. ഓക്കെ, ഓക്കെ. ഇനി അടുത്ത പേജില് 8ാമത്തെ പേജില് അതെന്തേ പറഞ്ഞേ? റൈറ്റ് ലെഫ്റ്റ് കണ്ടിന്യൂസ് ലോങ് റൈറ്റ്. കണ്ടിന്യൂസ് ആയിട്ട് തോണി വരക്കുക കേട്ടോ. ഇതേപോലെ ചെയ്യണം കേട്ടോ. ഈ തുടക്കം മുതല്. അമ്രൻ ചിരിച്ചല്ലോ. ജുവൈരി എവിടെ പോയി? എന്താണ് സഹ്റ ഉമ്മച്ചിനോട് സ്വകാര്യം പറയുന്നത്? സഹ്റ ഉമ്മച്ചിനോട് സ്വകാര്യം പറയണ്ടോ? അപ്പൊ 8ാമത്തെ പേജില് ഹോംവർക്ക് എന്താണ്? തുടർച്ചയായിട്ട് തോണികൾ വരക്കുക കേട്ടോ. അതേപോലെ തോണികൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് ആ ഒരു പേജ് അവസാനിക്കുന്ന വരെ വേണം കേട്ടോ. വര അവസാനിക്കുന്ന വരെയും വേണം, പേജ് അവസാനിക്കുന്ന വരെയും വേണം. 9 ലൈനായിട്ട് ഉണ്ടാവും കേട്ടോ.
അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് മനസ്സിലായോ? അതെല്ലാം എല്ലാവരും ചെയ്തിന്റെ ഓക്കെ. എന്റെ ഫോണിൽ അയക്കൂലേ? ഓക്കെ ഓക്കെ. ഓക്കെ. ഇനി സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇത് എഴുതുമ്പോൾ എന്താണ് ശ്രദ്ധിക്കാൻ പറഞ്ഞത്? ഇതേപോലെ എഴുതരുത് കേട്ടോ, അങ്ങനെ ഇങ്ങനെ എഴുതരുത് കേട്ടോ. പിന്നെ എങ്ങനെ എഴുതരുത് പറഞ്ഞാൽ ഇങ്ങനെ താഴോട്ടും എഴുതരുത്. ഈ ലൈനിന്റെ കാൽ ഭാഗം എടുത്തിട്ട് ഇങ്ങനെ 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 അതുവരെ എഴുതുക കേട്ടോ. തെറ്റിയിട്ടുണ്ടെങ്കിൽ മായ്ച്ചിട്ട് വീണ്ടും എഴുതുക. പിന്നെ നാളെ തീർന്നവർ നാളെ അയച്ചു തന്നോളി, അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് ഇൻഷാല്ല അയച്ചു തന്നോളി കേട്ടോ. ഓക്കെ. ആഹാ, അമ്മ ചിരിച്ചല്ലോ, നല്ല കുട്ടിയല്ലോ. എഴുതി കഴിഞ്ഞാ? ഇനി അടുത്തത് ഇപ്പൊ പഠിക്കണോ അതോ നാളെ പഠിച്ചാൽ മതിയോ? ഇന്ന് ആദ്യത്തെ ദിവസം ഒരുമിച്ച് വേണ്ട അല്ലെ? ഇത് രണ്ടും നിങ്ങൾ ചെയ്തിട്ട് നല്ല കുട്ടികളായിട്ട് ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു തരാം കേട്ടോ. ഇൻഷാല്ല നമുക്ക് ഇന്നത് നിർത്താം. ഓക്കെ, നാളെ കൂടുതൽ പഠിക്കാം കേട്ടോ. ഇൻഷാല്ല. അപ്പൊ ഇന്ന് നമുക്ക് നിർത്താം കേട്ടോ. ഓക്കെ ജുവൈരിയ? ഓക്കെ. എല്ലാവരും നാളെ ഇതേപോലെ ഉഷാറായിട്ട് റെഡി ആയിട്ട് 7:00 റെഡി ആയിട്ട് വരിക കേട്ടോ. ഹോംവർക്കൊക്കെ പറ്റുന്ന പോലൊക്കെ എഴുതിയിട്ട് അയച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ പറ്റുന്നത് നിങ്ങൾ എഴുതിയിട്ട് അയച്ചു തന്നോളി കേട്ടോ. ശരിയാണോ തെറ്റാണോ എന്ന് നോക്കിയിട്ട്, തെറ്റുണ്ടെങ്കിൽ മായ്ച്ച് വീണ്ടും എഴുതാലോ. ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് നിർത്താം കേട്ടോ. ഓക്കെ, നിർത്തല്ലേ? ഓക്കെ. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബറക്കല്ലാഹു ഫീക്കും. ഓക്കെ ഓക്കെ. വലൈക്കുമുസ്സലാം. കഴിഞ്ഞു. ഓക്കെ. മഅസ്സലാമ. മഅസ്സലാമ.